ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് വിണ്ണൈ താണ്ടി വരുവായ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ഫേവററ്റ് ആയിട്ടുള്ള മൂവിയിൽ സിംബുവും തൃഷയും ഒക്കെ കൂടി അഭിനയിച്ച ആ ഒരു വീഡിയോ സോങ്ങിന്റെ ആ ഒരു ചെറിയ പോർഷൻസ് അത് ചിത്രീകരിച്ചത് ഇത് ഇവിടെയാണ്. ഇതിന്റെ പേരാണ് അപ്പർ ബറാക്ക. ഇത് മാൾട്ടയുടെ സെൻട്രലിലുള്ള വല്ലേറ്റ എന്ന് പറഞ്ഞത്, അതായത് മാൾട്ടയുടെ തലസ്ഥാനമായ വല്ലേറ്റയിലാണ് ഈ ഒരു അപ്പർ ബറാക്ക പാർക്ക് കേട്ടോ. നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് പോകണം. അപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്, നമ്മൾ നേരെ വല്ലേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ആ ഒരു ബസ് സ്റ്റേഷന്റെ തൊട്ട് പിറകിലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാണ് വാട്ടർ ഫൗണ്ടെയിൻ, ഒഫീഷ്യൽ മാൾട്ടാസ് വാട്ടർ ഫൗണ്ടെയിൻ കേട്ടോ, വല്ലേറ്റല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് വേറൊന്നുമല്ല, ലേബർ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമൊക്കെ ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെലിബ്രേഷൻസ് മാറുന്നതിനനുസരിച്ച് ഇവരുടെ ഇങ്ങനെ അലങ്കാരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മുമ്പേ കുറേ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ വലിയൊരു ചൂടുമില്ല, വലിയൊരു തണുപ്പില്ല. അപ്പം എല്ലാവർക്കും കംഫർട്ടബിൾ ആണല്ലോ. ഇതുണ്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകളാണ്, ടൂർ ഗൈഡുകളാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ പോകേണ്ട, ചരിത്രം എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ പോകുന്നത് ആ ഒരു അപ്പർ ബറാക്ക പാർക്കിലേക്കാണ് കേട്ടോ. ഇത് കുറച്ച് മുകളിലാണ്, നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറി വേണം കേട്ടോ പോകാൻ. ഈ മാൾട്ടയുടെ സെൻട്രലായിട്ടുള്ള വല്ലേറ്റയിൽ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് പറയാം. അതായത് ഏറ്റവും ലോ ലെവൽ, മിഡ് ലെവൽ, പിന്നെ അപ്പ്, ഏറ്റവും ടോപ്പ്. ഈ ഒരു ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കയറി വന്നത് മിഡിൽ നിന്നായിരുന്നു. നമ്മൾ ആ ഒരു ബസ് സ്റ്റോപ്പ്, ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ കണ്ടില്ലേ, ആ ഒരു മെയിൻ വാട്ടർ ഫൗണ്ടെയിൻ, അതൊക്കെ ആ ഒരു മിഡിലായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു കപ്പൽ അങ്ങ് താഴെ ഏറ്റവും ലോയിൽ ഒരു കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കത് ഊഹിക്കാൻ പറ്റില്ല എത്ര നില കെട്ടിടത്തിൻ്റെ വലിപ്പം എന്നറിയോ. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു നിർമ്മിതി, ഒരു കടലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് നിർമ്മിതി എന്നൊക്കെ ഞാനതൊരു ഒരു ഗുമ്മിന് പറഞ്ഞാട്ടാ. ഇതുണ്ടാ ഈ കാണുന്ന ഈ ഒരു ഓരോരോ നിലകൾ കണ്ടോ, ഇതൊരു കപ്പലിൻ്റെ നിലകളാണ്. അതായത് ഇതിനകത്ത് ഓരോ ഡോറിൻ്റെ വലിപ്പം എന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ ഇതാണ് നമ്മുടെ അപ്പർ ബറാക്ക പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. കുറേ കുതിരകളൊക്കെ എൻ്റെ വലതും ഇടതും ഒക്കെ ആയിട്ട് നിർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ സുവനീർസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവനീർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം. മാൾട്ടയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മുടെ ക്യാമറയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ചിരിച്ച് ഒരു ഹൈഫൈ, ഒരു ഹായ് ഒക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ നമ്മളോട് പെരുമാറുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു അപ്പർ ബറാക്ക പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതുണ്ട് ഒരു കുതിര അങ്ങോട്ട് മാറി നിൽക്കുന്നത്, എന്നെ ഇനി ഓടിക്കണ്ട എന്നുള്ള രീതിക്ക് പിണങ്ങി നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അകത്തേക്ക് കയറുമ്പോഴേ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി പാർക്കാണ്. അതായത് പണ്ട് രാജാവിൻ്റെ സെൻറ്റ് ജോണിൻ്റെ കയ്യിൽ നിന്നൊരു പാർക്കാണിത്. പിന്നെ അദ്ദേഹം മാറി കഴിഞ്ഞപ്പോഴത്തേനും ഇത് പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു ഈ ഒരു പാർക്ക്. അതായത് അതുകൊണ്ട് തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കും ഈ ഒരു പാർക്കും അതിനുള്ളിലെ ഒരു ഫ്ലവേഴ്സൊക്കെ. ഇതൊക്കെ പുതുതായിട്ട് വെച്ചാണ് കേട്ടോ. അതായത് സമ്മർ സ്റ്റാർട്ട് ചെയ്ത് നല്ലതായിട്ട് കത്തി നിൽക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ വലിയ പാടായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ പൂക്കളൊക്കെ നല്ല വിരിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ പൂക്കളും അവിടെ നിൽക്കുന്നത് നോക്കുക. അതിനകത്ത് കറക്റ്റായിട്ട് അതിനൊരു വാട്ടർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇവർ കറക്റ്റായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും. എല്ലാം ഒരേ നിരകളിൽ എത്രയോ ബ്യൂട്ടിഫുൾ ഫില്ല് ചെയ്തിങ്ങനെ അവരിങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു അപ്പർ ബറാക്ക പാർക്കാണ് ആ ഒരു ബൈക്കിലേക്ക് കാണുന്നത് കേട്ടോ. ആ ഒരു ബൈക്കിൽ കാണുന്ന ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ മുമ്പിലായിട്ട് തന്നെയുള്ള ഒരു ഈ ഫുൾ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫൗണ്ടൈനിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. ആ ഒരു വാട്ടറിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ നോക്കുക, ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു സ്ഥലങ്ങളിൽ ചപ്പോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം വളരെ സൂക്ഷിച്ചാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ, ഓപ്പൺ റെസ്റ്റോറൻറ്റാണ്, മതിലൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോയിട്ടൊരു ചായയോ ഒക്കെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് കുടിക്കാം. അതായത് ഈ ഒരു കുടക്കീഴുകളിൽ ഇരുന്നിട്ട് നമുക്ക് കുടിക്കാം. ഈ കാണുന്ന ഇതാണ് കേട്ടോ, ലിഫ്റ്റാണ് കേട്ടോ. അതായത് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അത് ആധുനികമായിട്ടൊരു നിർമ്മിതിയാണ് ലിഫ്റ്റ്. താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് നടന്നു കയറാൻ പാടാണ്. ഞാൻ നടന്നാണ് വന്നത്. നടന്നു കയറാൻ പാടുള്ളവർക്ക് ലിഫ്റ്റിൽ വേണം വരാൻ കേട്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു പൂക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിടം കൊണ്ട് വെച്ചതാണ്. നമ്മൾ ആദ്യം കണ്ടതൊക്കെ ആദ്യമേ വെച്ചതാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേന് ഈ കാണുന്ന ഒരു വ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പാണെന്ന് പറഞ്ഞില്ലേ മാൾട്ടയുടെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ വേണ്ടി പറ്റും. എല്ലാ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്കറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ദൂരദർശിനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതുണ്ടോ കുറേ മരങ്ങളുടെ ഇടയിലൂടെ സൂര്യനൊക്കെ നമ്മൾ ഒളിഞ്ഞു നോക്കിയിട്ട് നമ്മളിത് നേരെ മുമ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വലിയൊരു എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു വലിയൊരു ആർച്ച് ഡിസൈൻ കണ്ടോ, ഇതാണ് അപ്പർ ബറാക്ക പാർക്കിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. പണ്ട് ഇതിന് മുകളിൽ ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു, പിന്നീട് അത് റിമൂവ് ചെയ്തു കേട്ടോ. 1977 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, അത് റിമൂവ് ചെയ്തു. ഇപ്പം ഇതിൻ്റെ ഇതില്ല, സീലിംഗ് ഇല്ല. ബട്ട് നമുക്ക് സൈഡിലെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ വീഡിയോ സോങ്ങിൽ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഈ ഒരു പാർക്കിൻ്റെ ബ്യൂട്ടിയൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ഒരു വീഡിയോ സോങ് ഒന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടായിരിക്കില്ല, എന്നാലും ഒന്നുകൂടെ എടുത്ത് കാണുക. അപ്പോൾ ഈ ഒരു വ്ലോഗ് കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് അതിൻ്റെ ഒരു സംഭവം എന്നുള്ളത്. ഞാൻ പിന്നെ കുറച്ച് ക്ലിപ്സ് കുറച്ച് പിക്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ ഇടയ്ക്ക്.
ഇതുണ്ട്, എത്രയോ ടൂറിസ്റ്റുകളാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നോക്കൂ. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഇതുണ്ട്, മാൾട്ട സ്ക്വയർ ഉണ്ട്. അപ്പം അവിടെ ആളുകൾ എന്ത് ചെയ്യും, ഓരോ ദിവസവും നിശ്ചിതമായിട്ടുള്ള ടൈമുണ്ട്, അവിടെ സോൾജേഴ്സ് ഫയർ ചെയ്യും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് പോവാം. മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഇത് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഇതിൻ്റെ ആ ഒരു ആർച്ചിൻ്റെ ബ്യൂട്ടിയും ഇവിടെ ഒരു പിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ സ്പോട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ നിർമ്മിതിയെപ്പറ്റി നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ബ്രിക്കുകളും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആർച്ചിൽ ഒരു തരത്തിലുള്ള ഡിഫക്റ്റും ഇല്ല. ആ ഒരു ആർച്ചിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, കറക്റ്റ് ഒരു ആർച്ച് വരും. ഈ കാണുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു മോണുമെൻ്റ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ നിർമ്മിതിയാണല്ലോ, അപ്പോൾ അന്ന് ഫേമസ് ആയിരുന്ന, ആ കാലഘട്ടത്തിൽ ഫേമസ് ആയിരുന്ന ഒട്ടുമിക്കവാറും എല്ലാ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെയും മോണുമെൻറ്റുകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ ഇവിടെ കണ്ടൊരു സംഭവമാണ് കേട്ടോ. ഇത് ഫ്രീ ആണ് കേട്ടോ, ഇവർ നമുക്ക് പിക്ക് എടുത്ത് തരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എല്ലായിടത്തും നല്ല ബ്യൂട്ടീസ് ഉണ്ടോ, അവരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് നമ്മൾ എയിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരിട്ട് കാണുന്ന പോലെ ഇരിക്കും. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നോക്കുമ്പോൾ. നല്ല ബ്ലൂ സീ, അതിങ്ങനെ കയറി കരയോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ സെൻട്രലിൽ നിന്ന് ഞാൻ എടുത്തൊരു ഷോട്ടാണ് കേട്ടോ. ആ സെൻട്രലിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു ഭംഗി. ഒരു വീഡിയോ സോങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൂവി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മാൾട്ട പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇദ്ദേഹം താഴെ നിന്ന് സംസാരിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കാം, അതായത് ഈ താഴെയുള്ള ഇവർ നിൽക്കുന്ന ഈ സ്പോട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം, ഈ പീരങ്കികളുടെ അടുത്ത് വരാം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവിടെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ആ സെൻട്രലിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നമ്മളൊക്കെ ഈ ഓണത്തിന് അത്തപ്പൂക്കളം ഒക്കെ ഇടുന്നു എന്ന് പറയുക, അതിലും എത്രയോ ഭംഗിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നോക്കുക. നമ്മുടെ അത്തപ്പൂക്കളത്തിനെ വല്ലാൻ ആരുമില്ല കേട്ടോ, അത് വേറെ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതുണ്ട്, ഒരുപാട് പേര് ഇവർ ഗണ്ണൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നില്ലേ, അത് ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇതുവഴി നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക്, ആ താഴെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും കേട്ടോ. സല്യൂട്ടിങ് ബാറ്ററി എന്ന് പറയുന്ന ഒരുപാട് ഫ്ലാഗുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ്. ഈ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫൗണ്ടൈൻ്റെ ഭാഗമാണ്. എത്രയോ രസമായിട്ടാണ് ആ ഒരു വെള്ളം ഇങ്ങനെ വന്ന് വീണിട്ടേ അതിങ്ങനെ തെറിച്ച് എത്ര ബ്യൂട്ടിഫുൾ. ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു മരത്തിന് പോലും ഡിസൈനാണ് കേട്ടോ. ഇതുണ്ട്, ഒരു മരം. അത് ഈ മരത്തിന് പോലും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. എന്തോ വരച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നും. ആ ഒരു വലിയ ഭാഗത്ത് ഒരു ചെറിയ ഭാഗം പിടിച്ചു നിർത്തുന്ന പോലെയാണ് ആ ഒരു മരത്തിന് തോന്നുന്നത് കേട്ടോ. ഇങ്ങനെ അത് ഒരുപാട് മരങ്ങൾ, ചെറിയ വലിയ വലിപ്പമൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അതിനെല്ലാം ഒരു ആർട്ടിസ്റ്റിക് ഭംഗിയുണ്ട് എല്ലാ മരത്തിനും. ഇനി അവരത് അങ്ങനെ വളർത്തിയെടുക്കുന്നതാണോ അതോ ഓട്ടോമാറ്റിക്കലി വളരുന്നതാണോ നമുക്കറിയില്ല കേട്ടോ. ഇവർക്കും പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു കലാമൂല്യം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒക്കെയാണല്ലോ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സുവനീർസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഒരു കുതിര കണ്ടോ, ഒട്ടും താല്പര്യമില്ലാത്ത പോലെ നിൽക്കുക, എന്നെ കൊണ്ടുപോകല്ലേ എന്നുള്ള രീതിക്ക്. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റെഡിയാക്കുകയാണ്, അതിങ്ങനെ ഓടിക്കാനായിട്ടുള്ളൊരു റെഡിയാകലാണ് കേട്ടോ. കുതിരയെ നൈസായിട്ടൊന്ന് ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മുമ്പിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ പഴമയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് നമ്മളിപ്പം കാണുന്നത്. നമ്മൾ പണ്ടെങ്ങനെയായിരുന്നു ഒരു കുതിരവണ്ടി നമ്മൾ നേരിട്ട് കാണുന്നത്, ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. രാജാക്കന്മാരുടെ ഒക്കെ കുതിരവണ്ടിയുടെ ഒരു മോഡലാണ് കേട്ടോ ഇത്. അതിൻ്റെ പുറകെ ആധുനികതയുടെ വൽക്കരണമായ ഒരു കാറും കടന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് മാൾട്ടാസ് ഒരു മ്യൂസിയമാണ് ഇവിടുത്തെ. അതായത് ഇവിടുത്തെ ഗണ്ണുകൾ, പഴയ സോൾജേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ്. അതിൻ്റെ ഫസ്റ്റ് എൻട്രിയിലേക്കാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. ഫസ്റ്റ് എൻട്രിയിലേക്ക് പോകുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് സുവനീർസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഈ മ്യൂസിയത്തിനുള്ളിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡെമോയാണ് കേട്ടോ ഇവരുടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ കാലത്തെ ചെറിയ ജീപ്പുകൾ, സോൾജേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് കേട്ടോ മൊത്തം. അതെ, അവരുടെ ചെറിയ സ്റ്റോൺസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടേതായ ഒരുപാട് ചെറിയ മോണുമെൻറ്റുകൾ കാണാൻ പറ്റും. അതിൻ്റെ വില താഴെ ഇരിക്കുന്നതാണ് 30 യൂറോ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് 3000 രൂപയ്ക്ക് മുകളിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ ഇരിക്കുന്ന അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്കിനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. അതായത് ഈ പാർക്കിൻ്റെ മറ്റൊരു സൈഡിലേക്കും കൂടെ നമുക്കൊന്ന് പോകാനുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടു കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഒരു റൈനെയറിൻ്റെ വിമാനം ഇങ്ങനെ വരുവാണേ, ആ കൊടിയിലേക്ക് കയറി അങ്ങനെ കൊടിയിൽ നിന്ന് വരുന്നത്. ഇതൊരു സ്ലോമോയിലൊക്കെ ഇട്ട് കാണുമ്പോഴത്തേനും എന്നെ ഒരു രസമാണെന്നറിയോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെട്ടെന്നാണ് കേട്ടോ, അവിചാരിതമായിട്ട് ഞാനിത് കണ്ട് പകർത്തിയെടുത്തതാണ്. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മുമ്പിലേക്ക് ഇവിടെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഉടനെ. അതുകൊണ്ടാണ് ഇവർ സ്റ്റേജ് കിട്ടുന്നുണ്ടോ. അത് ഇങ്ങനെ ഫംഗ്ഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ ഫംഗ്ഷനും തന്നെ മാൾട്ടയിൽ ആഘോഷിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ആ ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഭാഗമില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ആ ഒരു പാർക്കിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിട്ട് മറ്റൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്.
ഇവിടെ കാണാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും ഒരു മാൾട്ടയുടെ ഉയരത്തിൽ നിന്നുള്ളൊരു ഭംഗി, എത്രത്തോളം ഭംഗിയാണ് അതിന് എന്ന് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്നത് ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡ് കാണിച്ചില്ല, ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി, അത് ഇവിടുത്തെ ബാങ്കാണ് കേട്ടോ. ഈ കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും കാണാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് വിസ്തൃതിയിൽ ഇങ്ങനെ ഈ കിടക്കുന്ന കാണാൻ മാൾട്ട. ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇത് പണ്ടത്തെ പട്ടാളക്കാർ താഴെ നിന്നൊക്കെ ആക്രമിക്കാൻ വേണ്ടി എതിരെയുള്ള പട്ടാളക്കാരോ മറ്റ് എതിർ രാജ്യക്കാരോ ഒക്കെ വരുവാണെങ്കിൽ അവരെ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വാച്ച് റൂമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു താഴെയുള്ള ആളുകളെ മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല, ആരൊക്കെയാണ് നുഴഞ്ഞു കയറി വരുന്നതൊക്കെ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ കാണുന്നതും ആ ഒരു ബാങ്കിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. താഴത്തെ ബാങ്ക്, ഇത് മുകളിലത്തെ ബാങ്ക്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ആ ഒരു കാണുന്നത് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ച് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം. കാര്യം മുകളിൽ കണ്ടോ, പീരങ്കിയാണ് നിരത്തി വെച്ചിരിക്കുന്നത്, 6-7 എണ്ണം ഉണ്ട്. അങ്ങ് വെച്ചങ്ങ് പൊട്ടിക്കും. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മളിനി കുറച്ചും കൂടെ നമ്മൾ മുന്നിലേക്ക് പോകണം. കാര്യം നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ആ മെയിനായിട്ടുള്ള പാർക്കിലേക്ക് പോയി. പിന്നെ ഈ പറയുന്ന പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പോകും. നമ്മൾ നേരെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ആ കയറി പോയപ്പം കണ്ട ആ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലായിടത്തും ആളുകൾ ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്കാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ നടക്കുമ്പോൾ പോലും മനസ്സിലാവും. ഓരോരുത്തരുടെയും പിക്ചറിനുള്ളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഇത് കണ്ടോ, ഒരു പട്ടിക്കുട്ടൻ യജമാനൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിക്കളിച്ച് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചു പോയേക്കാം. നമുക്ക് നമ്മൾ പാർക്കും കാര്യങ്ങളും എല്ലാം തന്നെ കണ്ട് ഈ കാണുന്ന 41 ബസ്സിലാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വല്ലേറ്റയിൽ നിന്നും തിരിച്ച് ബസ് പിടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്, ഇടം പിടിച്ചിട്ടുണ്ട്. പണ്ട് ക്ലാസ്സിലും പഠിക്കുന്ന കാലത്തും ഇത് തന്നെയായിരുന്നല്ലോ ശീലം. അപ്പോൾ നമ്മൾ നേരെ ഏറ്റവും ബാക്ക് സീറ്റിലേക്ക് പുറകിലേക്ക് വന്നിരുന്നിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, ഞാനും പിന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.